നമസ്കാരം. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട പരമ്പര NTV ന്യൂസ് തുടങ്ങുകയുണ്ടായി. അതിൻ്റെ 3-ാം ഭാഗമാണ് നാം ഇപ്പോൾ ചർച്ചയിൽ നിങ്ങൾക്ക് മുമ്പ് എത്തിക്കുന്നത്. തൂണുകൾ ഇങ്ങനെയായാൽ മതി. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. നമ്മോടൊപ്പം എഞ്ചിനീയർ ഷിബു മനോഹർ തന്നെയാണ് ഉള്ളത്. 1.5 മീറ്ററോളം വ്യാസമുള്ള തൂണുകൾ, എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് നമ്മുടെ കോൺക്രീറ്റ് 2 രീതിയാണ് കോൺക്രീറ്റ് ഉള്ളത്. 2 രീതി. അതായത് ഒന്ന് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്, അതായത് സ്റ്റീൽ ഇട്ട് ചെയ്യുന്ന കോൺക്രീറ്റ്. ഒന്ന് PCC പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, സ്റ്റീൽ ഇല്ലാതെ ഇടുന്ന കോൺക്രീറ്റ്. അപ്പം ഈ തൂണുകളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നത്, അതായത് 1.5 മീറ്റർ വ്യാസമുള്ള തൂണുകൾ. ഈ തൂണുകളെല്ലാം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ RCC റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന തത്വത്തിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പം നമ്മളൊരു 1.5 മീറ്ററോളം വ്യാസമുള്ള ഒരു തൂണിൻ്റെ ഇവിടെ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പെരിപ്പറൽ ഭാഗം, അതായത് പുറം ഭാഗത്ത് വെർട്ടിക്കലായിട്ട് സ്റ്റീൽ വരുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഔട്ട് സൈഡിലും ഇതിന്റെ ലിങ്ക്സ് എന്ന് പറയും, പുറത്ത് ലിങ്ക്സിനെ കവർ ചെയ്ത് ഔട്ട് സൈഡിൽ ലിങ്ക്സ് ഉണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൂണിലെല്ലാം ഉണ്ട്. പക്ഷേ ഈ 1.5 മീറ്റർ വ്യാസമുള്ള തൂണിനകത്ത് ഉദ്ദേശം 1 മീറ്ററോളം ഭാഗത്ത് ലിങ്ക്സുകളൊന്നും വരുന്നില്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന തൂണിൽ സ്റ്റീലുകളോ ഒന്നും വരുന്നില്ല. അവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് വളരെയധികം കംപ്രസീവ് സ്ട്രെങ്ത് കൂടിയ കോൺക്രീറ്റ് ആണ്. കംപ്രസീവ് സ്ട്രെങ്ത് കൂടിയ കോൺക്രീറ്റിന് എപ്പോഴും നമുക്ക് സ്റ്റീലിന്റെ ആവശ്യം അവിടെ അത്യാവശ്യമാണ്. സ്റ്റീൽ ഉണ്ടായിരിക്കണം. കംപ്രസീവ് സ്ട്രെങ്ത് കൂടിയ കോൺക്രീറ്റിനകത്ത് എപ്പോഴും സ്റ്റീൽ ഉണ്ടായിരിക്കണം. ഓരോ 15 മീറ്റർ ഡിസ്റ്റൻസിൽ 15 സെന്റിമീറ്റർ അപ്പോൾ താങ്കൾ പറയുന്നത് ഈ കോൺട്രാക്ടർമാർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ സ്റ്റീൽ കുറയ്ക്കുന്നു എന്നുള്ളതാണ്? അല്ലല്ല, അതിലോട്ട് ഞാൻ വരുന്നത്. ഒരു പക്ഷേ 2 കാരണം കൊണ്ടായിരിക്കാം ഇവര് ചെയ്യുന്നത്. കാര്യം എന്റെ കണക്കൂട്ടിൽ ഇവർ സ്റ്റീൽ ലാഭിക്കാൻ വേണ്ടി അല്ല അവിടെ സ്റ്റീൽ ഇടാതിരിക്കുന്നത്. കാര്യം അവിടെ ഒരു കോളത്തിനകത്തുനിന്ന് ഇപ്പൊ ഇന്റേണൽ ലിങ്ക്സ് ഇട്ടുകൊണ്ട് അവിടെ കുറച്ച് സ്റ്റീൽ സേവ് ചെയ്തെന്നും പറഞ്ഞ് ഇവർക്ക് വലിയ ലാഭങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ അവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കോളത്തിന്റെ നടുക്ക് കുറുക്കയും നിറുക്കയും സ്റ്റീൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് വൈബ്രേഷൻ എന്നൊരു പ്രക്രിയ ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റ് ഇട്ടിട്ട് വൈബ്രേഷൻ എന്ന് പറയുന്നൊരു പ്രക്രിയ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ വൈബ്രേഷൻ നീഡിൽ ഇതിനകത്ത് കോൺക്രീറ്റ് ഇടുന്ന എങ്ങനെയാ, പിന്നെ പ്ലാന്റിൽ നിന്ന് കോൺക്രീറ്റ് കൊണ്ടുവന്ന് നേരിട്ട് ട്രക്കിൽ കൊണ്ടുവന്നിട്ട് പമ്പ് ചെയ്ത് കോൺക്രീറ്റിനകത്ത് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺക്രീറ്റ് പമ്പ് ചെയ്തിട്ടിട്ട് വൈബ്രേറ്റ് നീഡിൽ ഉപയോഗിച്ച് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റിനുള്ളിൽ കൂടെ ഈ നീഡിലിന്റെ ഇടയിൽ കൂടെ വൈബ്രേറ്റ് പോകുമ്പോഴത്തേക്ക് ഒരു പക്ഷെ വൈബ്രേറ്റ് ഇതിനകത്തിടയിൽ ഉടക്കാനോ ലോക്ക് ആവാനോ ചാൻസ് ഉണ്ട്. ഈ സ്റ്റീലിന്റെ ഇടയിൽ ഉടക്കാനോ ചേക്കാനോ ചാൻസ് ഉണ്ട്. ഇത് ഉടക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഊരി എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് എളുപ്പപ്പണിക്ക് വേണ്ടി ഇവരെന്ത് ചെയ്യും, ഇന്റേണൽ ലിങ്ക്സ് ഒഴിവാക്കും. ഇന്റേണൽ ലിങ്ക്സ് ഒഴിവാക്കി കഴിഞ്ഞുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കോൺക്രീറ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത് നടുക്ക് ഭാഗത്ത്. അപ്പോൾ വൈബ്രേഷൻ എന്തായാലും വേണമല്ലോ. വൈബ്രേഷൻ വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ, അതായത് ഇപ്പൊ 30 സെന്റിമീറ്റർ കോൺക്രീറ്റ് ഇട്ട് 30 സെന്റിമീറ്റർ കോൺക്രീറ്റ് വൈബ്രേറ്റ് ചെയ്തിട്ട് നീഡിലെടുത്ത് മാറ്റിയിട്ട് ഇട്ടിട്ട് വരാം. ടൈം പോകും, ഇച്ചിരി ടൈം എടുക്കും. ഇവരെന്തൊരു ബൾക്കായിട്ട് കോൺക്രീറ്റ് പമ്പ് ചെയ്തിട്ട് വൈബ്രേറ്റ് നീഡ് അടിയിൽ കൊടുക്കണമല്ലോ. ഇവിടെ അടിയിലിട്ട് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ വൈബ്രേറ്റിന്റെ അടിയിലോട്ടാണ് കയറി ഇതിനകത്ത് ടൈം എടുത്ത്, പക്ഷെ ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്.
ടൈം എടുത്ത് ചെയ്യുന്നില്ല എന്നുള്ള ടൈം എടുത്ത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടുള്ള ദോഷം എന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്ത് തീർക്കുക, പ്രോജക്ട് ക്ലോസ് ചെയ്യുക. അതിന്റെ ഒരു ദോഷം എന്ന് പറയുന്നത് ഈ പ്ലെയിൻ സിമെന്റ് ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളിൽ ക്രാക്ക് ഫോം ചെയ്യും. കാര്യം കംപ്രസീവ് സ്ട്രെങ്ത് 30 40 എബോവ് ആണ് ഇതിന്റെ കംപ്രസീവ്. അതായത് ഒടുവിൽ അത് ദോഷം തന്നെ ചെയ്യും. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഈ വീടുകൾക്കൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ മാക്സിമം 30 ന്യൂട്ടൺ വരെ കോൺക്രീറ്റ് വരത്തുള്ളൂ. ഇതിന് വരുന്ന 50 ന്യൂട്ടൺ വരെ ചെയ്ത് വരുമ്പോ ഒടുവിൽ ദോഷം ചെയ്ത് ഉണ്ടാവുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ദോഷം ഉണ്ടാവും ഒടുവിൽ. ലാസ്റ്റ് നമ്മളിപ്പോ ഇതിനകത്ത് കണ്ട നീല പെയിന്റ് അടിച്ച് ഫിനിഷ് ചെയ്ത് സംഭവം കഴിഞ്ഞു. പക്ഷെ ഇതിനകത്ത് ആ ഒരു പോർഷനിൽ അത്രയും പ്ലെയിൻ ആയിട്ട് സിമെന്റ് കിടക്കുക, കോൺക്രീറ്റ് കിടക്കുക. അത് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ഒരു പക്ഷേ ഇതിന്റെ ഡിസൈനിൽ ചിലപ്പോൾ ഇന്റേണൽ സ്റ്റീൽ ഉണ്ടാവും. ഡിസൈനിൽ ഇന്റേണൽ സ്റ്റീൽ ഉണ്ടാവും. അവര് മനഃപൂർവ്വം ഇടാത്തതായിരിക്കും. നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് അവിടെയും സൂപ്പർവൈസിംഗ് ആണ് പ്രശ്നം വരുന്നത്. നമ്മൾ കാണുന്നത് ഈ പണി നടത്തുന്ന സൂപ്പർവിഷനും കാര്യങ്ങളൊന്നും എവിടെ ഒരു കാണുന്നില്ല. അവിടെ ജോലിക്കാരല്ലാതെ ഒരു എഞ്ചിനീയറെയോ അതെയോ നമ്മളെ ഈ സൈറ്റുകളിലൊന്നും കാണുന്നില്ല. എഞ്ചിനീയർ എന്ന് പറയുന്നത് കോൺട്രാക്ടഡ് എഞ്ചിനീയർ അല്ല വേണ്ടത്. ഇപ്പൊ വളരെ ധൃതിയിൽ പണി തുറന്നു കാര്യങ്ങൾ ഫിനിഷ് ചെയ്ത് വരികയാണ്. അതെ, കോൺട്രാക്ടഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കോൺട്രാക്ടറുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യും. എപ്പോഴും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ എഞ്ചിനീയർ അവിടെ സൂപ്പർവൈസിംഗിന് ഉണ്ടായിരിക്കണം. സൂപ്പർവൈസിംഗിന് ഉണ്ടെങ്കിൽ അതില്ല, ഒരു ഭാഗത്തും നമ്മൾ കാണുന്നില്ല. സൂപ്പർവൈസിംഗ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതോറിറ്റിയുടെ ആളുകൾ അവർ വരാത്ത എന്തുകൊണ്ടാണ്? അവർ അവിടെ അവർക്ക് ആ ഒരു മാൻ പവർ യൂസ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? കൺസൾട്ടിങ് എഞ്ചിനീയർ ഉണ്ട്, യഥാർത്ഥത്തില് ഉണ്ട്. ഈ വർക്കിനെല്ലാം കൺസൾട്ടിങ് എഞ്ചിനീയർ ഉണ്ട്. അവർക്ക് ഒന്ന് വെയിലത്ത് നിൽക്കണ്ടേ? സൂപ്പർവൈസ് ചെയ്യാൻ വന്ന് വെയിലത്ത് നിൽക്കണ്ടേ? അവർക്ക് പറഞ്ഞു ഇവര് വെയിലത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം മനഃപൂർവ്വമാണോ അതോ എന്താണ് ഇതിന്റെ പിന്നിൽ? ഇവർക്ക് ഈ എഞ്ചിനീയർസിനെല്ലാം റൂമിലിരുന്ന് പൈസ മേടിക്കുന്നവരായിരിക്കും, നമ്മുടെ അനുമാനമാണ്. കാര്യം ഇവര് സൈറ്റിൽ കാണുന്നില്ലെങ്കിൽ കൺസൾട്ടിങ് എഞ്ചിനീയർ ഒന്നീ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റീല് ഇത് 3-4 സമയത്ത് ഇത് സാധാരണഗതിയിൽ എങ്ങനെയാ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ സ്റ്റീല് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവര് വന്ന് കണ്ടിട്ട് അവർ അപ്രൂവൽ കൊടുത്തിട്ടേ ഷട്ടർ അടിക്കാവൂ. ഷട്ടർ അടിച്ചു കഴിഞ്ഞാൽ സ്റ്റീല് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവരാദ്യം എന്ത് ചെയ്യണം? സ്റ്റീലിന്റെ പണി കഴിഞ്ഞാൽ അവർ വന്ന് നോക്കണം, ഒരു അപ്രൂവൽ ഫോം ഉണ്ടാക്കിയിട്ട് അതിന് അപ്രൂവൽ അവർ കൊടുക്കണം കോൺട്രാക്ടർക്ക്. അതായത് ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിന് ഒരു സമയമുണ്ട്. ആ സമയം എടുത്താണ് ഇത് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് ഈ പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല. പിന്നെ സമയം അവർ എടുക്കുന്നില്ല. പെട്ടെന്ന് അങ്ങ് ഫിനിഷ് ചെയ്യും. പെട്ടെന്ന് ഫിനിഷ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ഈ നമ്മുടെ ഈ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ഈ ചർച്ച ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക വേണ്ടത്. ഇത്തരത്തില് കാര്യങ്ങൾ ഇതിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഇതിൽ ശരി ജനങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ട് അതിന്റെ ഫലം എന്താകും? അഥവാ ബോധവൽക്കരിച്ചാൽ ജനങ്ങൾ ഇത് അറിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ ഫലം? ഇനിയെങ്കിലും വർക്ക് നടക്കുന്ന സമയങ്ങളിൽ ഇനിയുള്ള അടുത്ത പരിപാടികൾ ഇതിന്റെ കാര്യത്തിൽ ഒരു പോംവഴി ഉണ്ടാവില്ലല്ലോ. ഇതിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ സമരങ്ങളൊക്കെ നടക്കുകയല്ലേ. ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും ഇനി ഇപ്പൊ തന്നെ മൈലക്കാട് നമ്മൾ കോളം ചെയ്യാൻ പോവല്ലേ. മൈലക്കാട് ഇപ്പൊ ഇടിഞ്ഞു പോയെടുത്ത് കോളം ചെയ്യാൻ പോവല്ലേ. കോളം ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. അപ്പൊ ആ കോളം ചെയ്യുന്ന സമയത്തെങ്കിലും ജനങ്ങളെ ബോധവൽക്കരിച്ച് അവർ കാണുമല്ലോ. ഇങ്ങനെയാണ് ഇതിന്റെ നടുക്ക് സ്റ്റീല് വരണം, ഇത് വൈബ്രേറ്റ് ചെയ്യും, കോൺക്രീറ്റ് ഇങ്ങനെയാണ് ഇടേണ്ടത്, ഇങ്ങനെ എല്ലാം ജനങ്ങൾ അറിയുമല്ലോ. ജനങ്ങൾ അറിയുമ്പോൾ വഴിയെ പോകുന്ന ഒരാൾക്ക് പോലും തോലും അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, അവിടെ ചെയ്യുന്ന തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ എഞ്ചിനീയർ ഉണ്ടോ എന്നൊക്കെ ജനങ്ങൾ പരിശോധിക്കട്ടെ. നാഷണൽ ഹൈവേയുടെ വിഷയത്തില് പ്രേക്ഷകർ അറിയേണ്ടത് ഒരുപാട് സിവിൽ എഞ്ചിനീയേഴ്സും ഇന്റർനാഷണൽ ലെവലായിട്ടും നാഷണൽ ലെവലുമായിട്ട് പ്രവർത്തിക്കുന്ന അനേകർ നമ്മുടെ ഇടയിൽ തന്നെ നാട്ടിലുണ്ട്. അവരിത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരും ഇതിനകത്ത് ഇടപെട്ട് ഒന്നും പറയുന്നില്ല എന്നല്ല, ഒരുപാട് പേര് ഇതിനകത്ത് മെനക്കെടുന്നുണ്ട്. ചില പാളിച്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മുടെ ഫ്യൂച്ചറിൽ അവ നമ്മളെ ആരെയും ദ്രോഹിക്കാതിരിക്കട്ടെ എന്ന് അനുമാനിച്ചുകൊണ്ടാണ് ഈ ചർച്ചകളും ഈ എപ്പിസോഡ് ഈ പരമ്പരയും നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. ഇനിയൊരു കാര്യമുണ്ട്, അടുത്ത എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ NTV ഇതേ നാഷണൽ ഹൈവേയുടെ വിഷയമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.